ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടത് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന്. അതിനൊരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ സ്പെസിഫിക് പാറ്റേൺസും ജിയോഗ്രഫിയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സുമാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. KS-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിലിംസിന്റെ 2 ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് വിത്ത് കണക്റ്റഡ് ഫാക്ട്. സോ ദിസ് വിൽ ബി എ ബമ്പർ ആൻഡ് എന്താ പറയുക, ബമ്പർ ജംബോ എന്നൊക്കെ പറയില്ലേ, അത്രയും നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഒരു കുറച്ച് സമയം മാത്രമേ ക്ലാസ് കാണുള്ളൂ, പക്ഷെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും എങ്ങനെ എവിടെ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഒരു റാങ്ക് ഫയലിന്റെ സഹായം ഇല്ലാതെ, റാങ്ക് ഫയലിന്റെ ആവശ്യമില്ല, ഇല്ലാണ്ടായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറിയിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഹിമാലയൻ ഡിവിഷൻസ് ഒരു സൈഡ് തന്നിട്ടുണ്ട് ആൻഡ് അതർ സൈഡിൽ നമ്മുടെ സെക്കൻഡ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്നത് സത്ലജ് ആൻഡ് കാളി റിവേഴ്സിന്റെതാണ്. ഇത് പക്ഷെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഇന്ത്യൻ മാപ്പാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പല ബ്ലോഗുകളും പല സ്റ്റഡി ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ അവർ നിങ്ങൾ കാണുന്നതിൽ എല്ലാവരും കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മാപ്പ് കാണാതെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയ പ്രോസസ് അല്ല. അത് ഡെയിലി നമ്മൾ ഇന്ത്യൻ മാപ്പ് ഇങ്ങനെ വായിച്ച് കണ്ടാണ് ആ ഇന്ത്യൻ മാപ്പ് നമ്മൾ മൈൻഡിൽ കൊണ്ടുവരുന്നത്. സോ അത് വളരെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യൻ മാപ്പിലേക്ക് കുറച്ച് നേരം നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ഫോർ കേരള PSC ആസ്പിരന്റ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്രം NCERT സംഭവമാണ്. NCERT വായിച്ച ആൾക്കാർക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഇന്ത്യൻ മാപ്പ് അറിയുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കും അല്ലെ. ഇന്ത്യയുടെ മാപ്പ് ഒരു ഏകദേശ ധാരണയിൽ നമ്മൾ വരച്ചു വെക്കും. അപ്പൊ സോ ആ ഒരു ഇന്ത്യൻ മാപ്പ് നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹിമാലയാസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഹിമാലയാസ് വരയ്ക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്നു റിവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പഞ്ചാബ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആസാമാണ്. ആസാമിൽ കൂടെയാണ് ഏതൊക്കെ പോകുന്നത് നമുക്കറിയാം, ബ്രഹ്മപുത്ര പോകുന്നതെന്ന് അറിയാം. സോ D എന്ന് പറയുന്നത് 3ലേക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ D എന്ന് പറയുന്നത് 3ലേക്ക് ഫിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് 2 ഓപ്ഷനാണ് കിടക്കുന്നത് അല്ലെ. ഓക്കെ, D എന്ന് പറയുന്നത് നമ്മൾ 3ലേക്ക് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുന്നത് നേപ്പാളാണ് അല്ലെ. ടീസ്റ്റ നദി എന്ന് പറയുന്നത് നമുക്കറിയാം സിക്കിമിൽ കൂടെ ഒഴുകുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിവർ എന്ന് പറയുന്നതാണ് ടീസ്റ്റ. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റസ്റ്റ് റിവർ ആണെന്ന് ടീസ്റ്റ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ആസാം ആണെങ്കിൽ ഉറപ്പായിട്ടും കാളി മുതൽ ടീസ്റ്റ വരെ വരുന്നത് ഏതായിരിക്കും, നേപ്പാൾ ആയിരിക്കില്ലേ. സോ യു ഗോട്ട് ദി ആൻസർ, മനസ്സിലായില്ലേ. അങ്ങനെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാപ്പ് പരിചയപ്പെട്ട് വരണം. ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഹുമയൂൺ ഹിമാലയാസ് എന്ന് പറയുന്നത് എന്താണ്, അധികം അറിയാത്ത ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന ഹിമാലയാസിനെയാണ് ഹുമയൂൺ ഹിമാലയാസ് എന്ന് പറഞ്ഞത്. അവിടെയും കുറച്ച് കൺഫ്യൂഷൻ വരും. ബിക്കോസ് കാളിയാണോ സത്ലജ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഇല്ലാത്ത 2 ഓപ്ഷൻസ് ആണ് ഈ ആസാമും നേപ്പാളും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, പക്ഷെ പലരും പറയുന്ന ഇന്ന ബുക്ക് നോക്കി പഠിക്കണം, അത് നോക്കി പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടുന്നത് ഇന്ത്യൻ മാപ്പാണ്. ഇന്ത്യൻ മാപ്പിൽ ഹിമാലയാസ്, ഒരു ദിവസം ഹിമാലയാസ് നോക്കുക, ഒരു ദിവസം ഡെക്കാൻ പ്ലാറ്റു നോക്കുക, ഒരു ദിവസം വെസ്റ്റേൺ ഗട്ട്സ് മൊത്തം നോക്കുക, ഒരു ദിവസം ഈസ്റ്റേൺ ഗട്ട്സ് നോക്കുക, ഒരു ദിവസം നമ്മുടെ ഈ സെൻട്രൽ പാർട്ട് നോക്കുക. ഓക്കെ, സെൻട്രൽ രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന പാർട്ട്. ഒരു ദിവസം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും നോക്കുക. ഒരു ദിവസം നിങ്ങൾ നോക്കേണ്ടത് ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഏരിയ. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെയുള്ള നാഷണൽ പാർക്ക് ഇതൊക്കെ നോക്കണം. ഞാൻ അതിന്റെ ഒരു സീരീസ് ചെയ്യാം. അപ്പൊ ഡെയിലി നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്ത് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് മാപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആൻഡ് ഡിറക്റ്റ് ഫ്രം NCERT ആണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്?
വിൻഡിന്റെ സ്ട്രെങ്തിനെയും ഡയറക്ഷനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രഷർ ഗ്രേഡിയൻസ്, കോറിയോളിസ് എഫക്ട്, ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ ഈ ഒരു ഉത്തരം കിട്ടുള്ളൂ, അല്ലാതെ കറക്കി കുത്താൻ പറ്റില്ല. ഇത് ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എനിക്ക് ആക്ച്വലി ഞാൻ വൺ നോട്ടിൽ എല്ലാ ജിയോഗ്രഫിയുടെ എല്ലാ ബുക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വൺ നോട്ടിൽ ഇതിപ്പോ എക്കണോമിക് ജിയോഗ്രഫിയാണ്. ഇതിൽ നമ്മുടെ ക്ലൈമറ്റിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിതിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അത് ഞാൻ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ എപ്പോഴും നോക്കുന്ന കുറച്ച് ഏരിയാസ്. കണ്ടോ, ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ NCERT-ന്റെ തന്നെ ആവശ്യമുള്ള പോർഷൻസ് ഫുൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് പിന്നെ വായിക്കില്ല. ഐ ഓൺലി റീഡ് ദിസ്. ജിയോഗ്രഫിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ബുക്കുണ്ട്. കാരണം ഇതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ട്. ഏതാണ്? ഈ വിൻഡിനെ പറ്റിയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് വരുന്നത്. വെയിറ്റ് സെക്കൻഡ്, അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇത് ആ ഒരു ഏരിയ ആണ് കേട്ടോ. വിൻഡിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നത്. അറ്റ്മോസ്ഫിയറിനെ ബേസ് ചെയ്ത് വരുന്നത് കണ്ടോ. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വിൻഡിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കോറിയോളിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയന്റ് ആൻഡ് നമ്മുടെ ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോറിയോളിസ് ഫോഴ്സ്, അതുകൊണ്ട് പറഞ്ഞിട്ട് പോവാം. കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ കാരണം അതിന്റെ വിൻഡിന്റെ ഡയറക്ഷൻ എഫക്റ്റ് ആവും. അത് നോർത്തിലുള്ള വിൻഡിനെ റൈറ്റിലേക്കും സൗത്തിലുള്ള വിൻഡിനെ ലെഫ്റ്റിലേക്കുമാണ് തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ലാറ്റിറ്റ്യൂഡ് കൂടും തോറും കോറിയോളിസ് ഫോഴ്സ് കൂടും. ഇക്വേറ്ററിൽ കോറിയോളിസ് ഫോഴ്സ് 0 ആണ്. ഇക്വേറ്ററിൽ കോറിയോളിസ് ഫോഴ്സ് 0 ആയതുകൊണ്ടാണ് ഇക്വേറ്ററിൽ എന്തുണ്ടാവാത്തത് ടൊർണാഡോസ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാത്തത്. ഓക്കെ, that is about മാക്സിമം കോറിയോളിസ് ഫോഴ്സ് എവിടെയാണ്? പോളിലാണ്. 0 ആണ് ഇക്വേറ്ററിൽ. അതുപോലെ തന്നെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോ ലോ പ്രഷർ നമുക്കറിയാം, ടാപ്പ് തുറന്നു വിടുകയാണെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വെള്ളം പോകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ സ്വേർലി അതേ സെയിം സംഭവം തന്നെയാണ് എന്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ടൊർണാഡോയിലും സംഭവിക്കുന്നത്. സോ ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ്, ഒരു പ്രഷർ ഡിഫറൻസ് കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ പറ്റി വിദഗ്ധമായിട്ട് നമ്മുടെ ജിയോഗ്രഫിയുടെ ഓപ്ഷണൽ ക്ലാസ്സിൽ, ജിയോഗ്രഫിയുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ കൃത്യമായിട്ട് കാണാം. അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞു തരുന്നത് ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഡയറക്ട്ലി ഫ്രം ദി NCERT ആണ്. ഇതൊക്കെ NCERT-യുടെ വേർഡ്സ് ആണ് ഞാൻ ഈ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് എനിക്ക് പിന്നീട് പഠിക്കാൻ എളുപ്പം ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിന് മാത്രമേ, ഈ വേൾഡ് ജിയോഗ്രഫിക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു നോട്ട് സെറ്റ് ആക്കിയുള്ളൂ. വേറെ ഒരു NCERT-ക്കും ചെയ്യില്ല. കാരണം അതിന് ഞാൻ NCERT വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദിസ്. അപ്പൊ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 എന്താണ് ഇതിന്റെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫ്രിക്ഷനും എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇന്റൻസ് സീസ്മിക് ആക്ടിവിറ്റി occurs along convergent lithospheric plate boundaries. Convergent lithospheric plate boundaries. Oceanic plates are undergoing subduction. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളെ വളരെ വലിയ രീതിയിലുള്ള സീസ്മിക് ആക്ടിവിറ്റി. എന്താണ് സീസ്മിക് ആക്ടിവിറ്റി? എർത്ത് ക്വേക്സ്. വളരെ വലിയ രീതിയിലുള്ള എർത്ത് ക്വേക്സ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൺവേർജന്റ് ലിഥോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കൺവേർജന്റ് ലിഥോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറി നോക്കാം. അപ്പോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനെ മൊത്തത്തിൽ പ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഒരു പ്ലേറ്റ് ടെക്ടോണിക് തിയറി പ്രകാരം പറയുന്നത്. അപ്പൊ ഈ പ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ പ്ലേറ്റുകൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുറെ പ്ലേറ്റ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അവർ ക്രസ്റ്റ് അല്ലെ, നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറെ പ്ലേറ്റ്സിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനെയും ആഫ്രിക്കനെയും കൂടെ ഒരുമിച്ച് വെച്ചാൽ ഒരു ജിക്സാ പസിൽ പോലെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ തിയറിയാണ്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം എടുക്കാം.
അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇത് സ്പീഡിൽ നിന്ന് പറഞ്ഞു പോവാണ്. എന്താണ് കൺവേർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്? 2 ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? കൺവേർജന്റ് എന്ന് പറയുന്നത്. അതേസമയം 2 എണ്ണം ഇങ്ങോട്ടും മാറി മാറി പോകുന്നതാണെങ്കിൽ ഡൈവേർജന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൺവേർജന്റ് ലിത്തോസ്ഫെറിക് ബൗണ്ടറീസിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അത് ഇങ്ങനെ ഒന്ന് ഇടിച്ച് ആണ് ഉണ്ടാവുന്നത് അല്ലെ. നമ്മുടെ ഈവൻ ഫോൾഡ് മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിലാണ്. സോ ഇന്റൻസ് ആയിട്ടുള്ള സീസ്മിക് ആക്ടിവിറ്റി എവിടെയാണ് നടക്കുന്നത്? കൺവേർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിലാണ്. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തത്, കൺവേർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ് ഓഷ്യന്റെ അടിയിൽ വരുമ്പോൾ ഓഷ്യൻ പ്ലേറ്റ്സ് എന്ത് ചെയ്യും? സബ്ഡക്ട് ചെയ്യും. ഓഷ്യൻ താഴോട്ട് പോകും. മനസ്സിലായില്ലേ? ഓഷ്യാനിക് പ്ലേറ്റ്സ് താഴോട്ട് പോകും. കാരണം ഓഷ്യാനിക് പ്ലേറ്റ്സ് ആർ വെരി ലെസ് ഡെൻസ് കമ്പയർഡ് ടു ദി കോണ്ടിനെന്റൽ പ്ലേറ്റ്സ്. നമുക്ക് 2 കൈൻഡ്സ് ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഒന്നെന്ന് പറയുന്നത് ഓഷ്യാനിക് പ്ലേറ്റ്സ് ആണ്. അത് ഓഷ്യൻ ബേസ് ചെയ്ത് ഓഷ്യൻ മാത്രം വരുന്ന പ്ലേറ്റ്സ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ കോണ്ടിനെന്റ് വരുന്നത്, ലാൻഡ് ഫോംസ് വരുന്നത്. മറ്റേത് വാട്ടർ ആണ് വരുന്നത്. അപ്പൊ ഈ ഓഷ്യാനിക് പ്ലേറ്റ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ഈ ഡെൻസിറ്റി വളരെ കുറവായുള്ള സാധനം ഡെൻസിറ്റി കൂടുതലുള്ള വന്ന് ഇടിക്കുമ്പോൾ എന്ത് പറ്റും? സബ്ഡക്ട് ചെയ്യും. സോ ദാറ്റ് സിമ്പിൾ. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യനും എവിടെ നിന്നാണ് വന്നത് ചോദിച്ചാൽ ഈ 3ഉം NCERT നിന്നാണ് വന്നത്. പ്ലസ് നമ്മുടെ കുറച്ച് എന്താണ് ജനറൽ നോളേജ് എന്ന് പറയുന്നത് ഈ മാപ്പ് പഠിച്ച് നമ്മൾ പോകണം. മാപ്പ് ഡെയിലി വായിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പല പരീക്ഷകളും നമുക്ക് ക്രാക്ക് ചെയ്യാം. മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ മാപ്പ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് നമ്മളൊരു ന്യൂസിലോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ശരിക്കും സിംഗപ്പൂരാണോ പോകുന്നത്? സിംഗപ്പൂരിന്റെ അടുത്ത് ഇത്ര രാഷ്ട്രങ്ങളുണ്ട് അറിയോ? സിംഗപ്പൂരിന് സൗത്ത് ചൈന സീ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സൗത്ത് ചൈന സീ ചൈനയ്ക്കും വേണമെന്ന് പറയുന്നുണ്ട്, സിംഗപ്പൂരിനും വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചുമ്മാ അലമ്പുണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ ചൊറിയാൻ പറ്റും ഇഫ് യു നോ മാപ്പ്. ഓക്കെ. അപ്പൊ മാപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ മാപ്പും വേണം, വേൾഡ് മാപ്പും വേണം. കാരണം ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത്തവണ ഉക്രൈൻ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അടുത്ത തവണ ഉക്രൈൻ ബേസ് ചെയ്തൊരു മാപ്പ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അടുത്തൊരു സെഷനിൽ മാപ്പ് ബേസ്ഡ് ആയിട്ടൊരു ക്ലാസ്സും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത 3 ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോ. ടൈം 12 മിനിറ്റ് ആണ്. എന്നാൽ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും. താങ്ക് യു സോ മച്ച് ആൻഡ് സീ നെക്സ്റ്റ് വീഡിയോ. കമന്റ് ഡൗൺ. ബൈ.